പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് അനിവാര്യമായ തിരിച്ചടി ഉടനുണ്ടാകും. വമ്പൻ നീക്കങ്ങൾ ആരംഭിച്ച് ഇന്ത്യ. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് ഉടൻ. കഴിഞ്ഞ ദിവസം പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാകുന്ന നിർണായകമായ രേഖകളും തെളിവുകളും പുറത്തു വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട 3 കൊടും ഭീകരന്മാരുടെ ചിത്രങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇന്ത്യൻ സേന. 3 ഭീകരന്മാരുടെ വിശദാംശങ്ങൾ ഇന്ത്യൻ സേന പുറത്തുവിട്ടിരിക്കുന്നു. ആസിഫ് ഫുജി, സുലൈമാൻ ഷാ, അബു തൽഹ എന്നീ ഭീകരന്മാർ കഴിഞ്ഞ ദിവസത്തെ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇവരുടെ രേഖാചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. ഇവർ കൊടിയ ഭീകരവാദികളാണെന്നും ലഷ്കർ ഇ തൊയ്ബ അടക്കമുള്ള പാകിസ്ഥാനിലുള്ള ഭീകര സംഘടനകളുമായി അടുത്ത ബന്ധമുള്ളവരാണെന്നും സൈന്യം വിശദാംശങ്ങൾ പുറത്തുവിടുകയാണ്. അതേസമയം പഹൽഗാമിനുള്ള തിരിച്ചടി വൻതോതിൽ സജ്ജമാക്കുകയാണ് ഇന്ത്യ. ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യ സമിതി യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. നിലവിൽ ശ്രീനഗറിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉള്ളത്. അദ്ദേഹവും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. ഈ പ്രത്യേക സുരക്ഷാ സമിതിയുടെ യോഗമായിരിക്കും ഇന്ത്യയുടെ തിരിച്ചടി പ്ലാൻ ചെയ്യുക. എന്തായാലും വലിയ വലിയ മുന്നൊരുക്കങ്ങൾ ഇന്ത്യ നടത്തുകയാണ്. കഴിഞ്ഞ ദിവസത്തെ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പൂഞ്ചിലും ബാരാമുള്ളയിലും പ്രകോപനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിന് ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകി. പൂഞ്ചിൽ BSF പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ഒക്കെ വൻതോതിലുള്ള ഷെല്ലാക്രമണവും വൻതോതിലുള്ള റോക്കറ്റ് ആക്രമണവും നടത്തിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇന്ന് പുലർച്ചെ പുഞ്ചിൽ യാതൊരു പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ പോസ്റ്റുകളിൽ നിന്ന് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. സമാനമായ അവസ്ഥ തന്നെയാണ് ബരാമുള്ളയിലും ഉണ്ടായത്. ബരാമുള്ളയിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരന്മാർക്ക് നുഴഞ്ഞു കയറുന്നതിന് വേണ്ടിയുള്ള അവസരമൊരുക്കുന്നതിനായി അവിടെയും സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാക് സൈന്യം വെടിയുതിർത്തിരുന്നു. ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകിയിരിക്കുന്നു. പൂഞ്ചിൽ ഇന്ത്യ മണിക്കൂറുകളോളം പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിലേക്ക് പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾ ലക്ഷ്യമിട്ട് വൻതോതിലുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ശരിയെങ്കിൽ പാകിസ്ഥാനിലെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമീണരെ ഒഴിപ്പിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ നിരവധി മേഖലകളിലെ ഗ്രാമങ്ങളിൽ നിന്ന് അതിർത്തികളിൽ നിന്ന് പാകിസ്ഥാനികളെ കുടിയൊഴിപ്പിക്കുന്ന നടപടി പാക് സൈന്യം ആരംഭിച്ചു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഒരു വലിയ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഉറി ഭീകരാക്രമണത്തിനും പുൽവാമ ഭീകരാക്രമണത്തിനും ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകിയിരുന്നു. സർജിക്കൽ സ്ട്രൈക്കിലൂടെ ലഷ്കർ ഇ തൊയ്ബയുടെ ക്യാമ്പുകൾ തകർത്ത് തരിപ്പണമാക്കിയതിലൂടെ ഇന്ത്യ അതിശക്തമായ തിരിച്ചടി നൽകിയിരുന്നു. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകുന്ന തിരിച്ചടി ചിലപ്പോൾ ഇതിനേക്കാളൊക്കെ മാരകമായിരിക്കും. POK ഇന്ത്യ ചിലപ്പോൾ പിടിച്ചെടുത്തേക്കാം. POKയിലേക്ക് ഇന്ത്യയുടെ അതിഭീകരമായിട്ടുള്ള സേനാ വിന്യാസം ഉണ്ടാകാം. ഈ ഒരു യുദ്ധത്തിലൂടെ POKയെ ഇന്ത്യയുടെ ഭാഗമാക്കാനാണോ ഇന്ത്യൻ നീക്കം? ഇനി POK വഴിയുള്ള പാകിസ്ഥാന്റെ തീവ്രവാദം, നുഴഞ്ഞുകയറ്റം അതൊന്നും തന്നെ ഭാവിയിലേക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് കണ്ടുകൊണ്ട് POKയെ ഇന്ത്യയുടെ ഒപ്പം ചേർക്കുമോ? എന്താണ് നരേന്ദ്രമോദിയുടെ മനസ്സിൽ? സൗദി അറേബ്യയിലെ സന്ദർശനം കഴിഞ്ഞ് തിരികെ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് തന്നെ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. യോഗത്തിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കറും മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പങ്കെടുത്തു. ഇരുവരും വിദേശകാര്യ സെക്രട്ടറിയും ഈ യോഗത്തിൽ ഉണ്ടായിരുന്നു. അടിയന്തരമായി എയർപോർട്ടിൽ വെച്ച് തന്നെ യോഗം ചേരുമ്പോൾ തന്നെ ആ യോഗത്തിൻ്റെ പ്രാമുഖ്യം, ആ യോഗത്തിൻ്റെ ഗൗരവം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കരസേനാ മേധാവിയും നാവികസേനാ മേധാവിയും ചർച്ചകൾ നടത്തി. ഇതിൻ്റെ വിശദാംശങ്ങൾ ടെലിഫോൺ മുഖേന പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ധരിപ്പിച്ചു. തിരിച്ചടിക്കുള്ള എല്ലാ സാഹചര്യങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകളായിരുന്നു പ്രധാനമായും നടക്കുന്നത്. അതിനുശേഷമാണ് ഇന്ന് വൈകുന്നേരം 6 മണിക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിയുടെ മീറ്റിംഗ് രാജ്യതലസ്ഥാനത്ത് നടക്കുന്നത്. ഈ മീറ്റിംഗിൽ ഇന്ത്യയുടെ തിരിച്ചടിയെ സംബന്ധിച്ച് വിശദമായ ഒരു രൂപരേഖ തയ്യാറാകും. അധികം വൈകാതെ തന്നെ ഇന്ത്യയുടെ 29 ബലിദാനികളുടെ ജീവനുള്ള പ്രതികാരം ഇന്ത്യ ചെയ്തിരിക്കും. പുൽവാമയ്ക്കും ഉറിക്കും സമാനമായ, ചിലപ്പോൾ അതിനേക്കാൾ
വലിയ തിരിച്ചടിയായിരിക്കും പഹൽഗാമിലൂടെ പാകിസ്ഥാന് നൽകാൻ പോകുന്നത്. പാകിസ്ഥാന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ അന്ത്യം കുറിക്കും ഇന്ത്യ. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് ഇനി പാകിസ്ഥാൻ ശ്രമിക്കരുത്. അത്രയും തക്കതായ ശിക്ഷയായിരിക്കും ഇന്ത്യ ഈ ആക്രമണത്തിലൂടെ പാകിസ്ഥാൻ നൽകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ തീവ്രവാദത്തിന്റെ വിളനിലമായ POK പാക് ഒക്യുപ്പൈഡ് കാശ്മീരിനെ ഇന്ത്യ തിരിച്ചു പിടിക്കുമോ? ഈ ഒരു യുദ്ധത്തിലൂടെ പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്ന ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമെന്ന് ഇന്ത്യ കരുതുന്ന POK ഇന്ത്യയുടെ ഭാഗമാകുമോ? അതിനുവേണ്ടിയുള്ള വമ്പൻ യുദ്ധത്തിലേക്കാണോ ഇന്ത്യയുടെ നീക്കം? സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വൈകുന്നേരത്തെ സുരക്ഷാകാര്യ മന്ത്രിസഭാ യോഗം അതീവ നിർണായകം തന്നെയാണ്.